ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിലായി വന്നിരിക്കുന്നത് യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് മെസ്സേജുമായിട്ടാണ്. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ യൂത്ത് എന്ന് പറയുമ്പോൾ, അതായത് ഒരു മാരേജൊക്കെ ആയി സെലക്ഷൻ ആവേണ്ട ആ ടൈം ആകുമ്പോൾ പലരും എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കും. എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. സ്വാഭാവികമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ടൈമിൽ നമുക്ക് രണ്ട് ചോയ്സ് എടുക്കാം. ഒന്ന്, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾക്ക് ഓരോ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ഓരോ മനുഷ്യർക്കും ഇന്നതായിരിക്കണം, എൻ്റെ ലൈഫ് പാർട്ട്ണർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല, നമ്മൾ സ്വയത്തിൽ ഊന്നാതെ എൻ്റെ കർത്താവിനെ എന്നെക്കുറിച്ച് എനിക്ക് എന്ത് നല്ലതായിരിക്കുമോ എന്ന് അറിയത്തുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് എൻ്റെ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. രണ്ടും നമ്മുടെ ഓപ്ഷനാണ്. നമുക്ക് രണ്ടും ചെയ്യാൻ സാധിക്കും. റോമൻസ് 12:2 പറയുന്നുണ്ട്, ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്, റിന്യൂ യുവർ മൈൻഡ് ആൻഡ് ദെൻ യു ക്യാൻ ഫൈൻഡ് ദ വിൽ ഓഫ് ദ ലോഡ്. ദൈവത്തിൻ്റെ വില്ലിൻ്റെ ക്വാളിറ്റീസ് എന്താണ്? അത് ഗുഡാണ്, അത് പെർഫെക്റ്റ് ആണ്, അതൊരു കംപ്ലീഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ആഗ്രഹം എന്താണ്? എൻ്റെ ജീവിതം നല്ലതായിരിക്കണം, എൻ്റെ ലൈഫ് പാർട്ട്ണർ നല്ലതായിരിക്കണം, അതായത് പരസ്പരം നന്നായിട്ട് സ്നേഹിക്കണം, കൂടെ ഇരിക്കണം, അതിൽക്കാളുപരി ദൈവസ്നേഹമുള്ളവരായിരിക്കണം. ഇതൊക്കെ നമുക്കുള്ള ആഗ്രഹങ്ങളാണ്. ഇത് എൻ്റെ പാർട്ടിലുള്ള പല ആഗ്രഹങ്ങളായിരിക്കാം ഞാൻ എന്നിൽ കൂടെ പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും പല പല ആഗ്രഹങ്ങളായിരിക്കാം. പക്ഷേ അക്കോർഡിംഗ് ടു ദ ബൈബിൾ, റോമൻസ് 12:2, നമുക്ക് ഈ വേൾഡിൻ്റെ പാറ്റേൺ ബേസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ വില്ലനുസരിച്ച് സെലക്ട് ചെയ്യാം. അത് വേറൊരു ഓപ്ഷനുണ്ട്. പക്ഷേ നല്ലതായിരിക്കണമെങ്കിൽ വചനം പറയുന്നത് ദൈവത്തിൻ്റെ വില്ലായിരിക്കണം, അത് യേശുപ്പച്ചൻ്റെ വില്ലായിരിക്കണം. അതായത് ദൈവം ആഗ്രഹിക്കുകയാണ്, ഞാനാണ് എൻ്റെ മോളെ ക്രിയേറ്റ് ചെയ്ത്, അല്ലാതെ എൻ്റെ മോനെ ക്രിയേറ്റ് ചെയ്ത് ഈ ലോകത്തിലോട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു വില്ലുണ്ട്, എൻ്റെ കുഞ്ഞ് ആരോടൊപ്പം ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അവൾ അല്ലെങ്കിൽ അവൻ എന്താണെന്നും ഇപ്പോൾ എന്തായിരിക്കുന്നുവെന്നും ഇനി എന്താവാനാണ് ഞാൻ അവനെ വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവളെ വിളിച്ചിട്ടുള്ളത് എന്നും ക്രിസ്തുവിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ടായിരിക്കും. അത് ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട് തന്നെ അത് ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതൊരു കംപ്ലീഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞൊരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മാൾ വെള്ളം, ചെറിയ ചെറിയ ജലകണികകൾ ചേർന്നിട്ടാണ് ഒരു വലിയൊരു റിവറായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും. പല 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 ചെറിയ 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 കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഒരു കംപ്ലീഷൻ ആവുന്നത്. നമ്മുടെ ബോഡി തന്നെ എടുത്താൽ തന്നെ നമ്മുടെ പല പല സെല്ലുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ബോഡി, നമ്മളൊരു രൂപം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്ന ഒരു രൂപം വരണമെങ്കിൽ ചെറിയതുപോലെ ചെറുതായി ഇത്തിരി വലുതായി, അതിനേക്കാളും വലുതായി, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം സ്യൂട്ടായി വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായിട്ട് മാറത്തുള്ളൂ. അതിനേക്കാൾ ഉപരി ഇതൊക്കെ ചേർന്ന് വന്നാലും ദൈവമില്ല എങ്കിൽ അതെന്താ ഒരു ഇത്തിരി നമ്മൾ പറയും, ഇത്തിരിയല്ല ഒത്തിരി ബിഗ് സീറോ ആയിട്ട് മാറും. വലിയൊരു ബിഗ് സീറോ ആക്കി ഇടേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവം ഇല്ലെങ്കിൽ അവിടെ എന്താ ജയമില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനത്തിൽ കൂടെ നമുക്ക് എന്താ പറയാം, ദൈവം ആരുടെ പക്ഷത്തുണ്ടോ അവരായിരിക്കും ജയിക്കുക, അവരായിരിക്കും വിക്ടറി പൊസിഷനിലായിരിക്കുക. അതുപോലെ നമ്മുടെ ജീവിതം വിക്ടറി ആയിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ചൂസ് ചെയ്യണം. അതിന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. സംസാരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്ക്. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവും വചനവും ഒരു വ്യക്തിയിൽ നിന്ന് അകന്നല്ല നിൽക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ വചനത്തെ, നമ്മൾ ഹോളി സ്പിരിറ്റിനെയൊക്കെ നമ്മൾ അടുത്ത് നമ്മുടെ ഹൃദയപ്രകാരം, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വിളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. അതുമല്ല, നമ്മളെ ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ പാറ്റേണിലായിരിക്കത്തില്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മൾ നോക്കുമ്പം, കർത്താവേ, ഈസ് ദിസ് പോസിബിൾ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. എൻ്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ എനിക്കിതിനൊരു പോസിബിലിറ്റി ഇല്ല.
ഒരിക്കലും ഇല്ല. ഞാൻ ഇത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ പാർട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആവാത്തവർ തീർച്ചയായിട്ടും ദൈവഹിതം എനിക്ക് വേണം എന്നുള്ള ഒരു ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ദൈവമല്ലാതെ ഈ ലോകപരമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ആശ്വസിപ്പിക്കാനൊന്നും കഴിയത്തില്ല, കൂടെ നിൽക്കാൻ കഴിയത്തില്ല, നമ്മളെ വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പക്ഷെ ദൈവമുണ്ടോ നമുക്ക് വിജയം ഉണ്ടാവും. നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നോ അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഡിസിഷൻ എടുക്കുന്നോ അത് ദൈവഹിതപ്രകാരമുള്ളതാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വിജയം തന്നെയായിരിക്കും. ഓക്കെ, കം ടു ദ പോയിന്റ്. ഞാൻ ആ പോയിന്റിലേക്ക് വരുവാണ്. ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, ദൈവത്തിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലാതെ ചാടിക്കയറി നമ്മൾ ഈ ലോകത്വപരമായിട്ടുള്ള ഔട്ടർ വേർഡൊന്ന് കണ്ടിട്ട്, അതായത് ഓയ് ആ കുട്ടി നല്ല ഭംഗിയുണ്ട്, ഈ കുട്ടി നല്ല ഭംഗിയുണ്ട്, പല 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 കാരണങ്ങൾ, പല പല ക്വാളിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് ഈവൻ ഇഫ് ഇറ്റ്സ് മോർ സ്പിരിച്വാലിറ്റി ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ദൈവം പറയും, മോളെ അത് നിനക്കുള്ളതല്ല, മോനെ അത് നിനക്കുള്ളതല്ല. കാരണം നീ എന്താണെന്നും നീ എങ്ങനെ ആയിത്തീരുന്നുവെന്നും അത് എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ. നിന്നെ വിളിച്ചിരിക്കുന്ന കോളിങ്ങിൽ ആര് നിന്നോട് ഇപ്പം വേണമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഈ മറ്റെന്ത് കാര്യത്തിനും വേണമെങ്കിൽ ഒരു ചോയ്സ് എടുത്ത് പോകാമെന്ന് പറയും. പക്ഷെ മാരേജ് എന്ന് പറയുമ്പോൾ അതിനൊരു ഔട്ട്പുട്ടുണ്ട്. അതായത് അടുത്തൊരു ജനറേഷനാണ് മാരേജിൽ കൂടെ പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്കിതിന് വേർഡ്ലി ആയിട്ടും ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി മാറാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ മാറാം. ദൈവഹിതപ്രകാരം ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അത് വേർഡ്ലി ആയിട്ടായിരിക്കും കൺവേർട്ടായി പോകുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഊണിലും ഉറക്കത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മഹത്വം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നമ്മുടെ മാരേജ് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് ദൈവനാമമഹത്വത്തിനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. കാരണം നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് തീരും. അങ്ങനെ നമ്മളെല്ലാവരെയും അങ്ങനെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. എൻ്റെ യേശുപ്പച്ചൻ്റെ ക്രിയേഷനിലുള്ള ഒരു വ്യക്തികളെയും ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ എല്ലാവരെയും യേശുപ്പച്ചന് വേണം. അല്ല, നീ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടല്ലേ എൻ്റെ അടുത്ത് നിന്നെ ഞാൻ സ്വീകരിക്കാമെന്നല്ല. ഓൾറെഡി ദൈവം നമ്മൾ പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തോട്ട് വന്നിട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥനകളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ ആ കർത്താവ് ഒരിക്കലും നമ്മൾ കൈവിടത്തുമില്ല, നമ്മൾ ചോദിച്ചാൽ ആൻസർ പറയാതിരിക്കത്തുമില്ല. തീർച്ചയായിട്ടും യേശുപ്പച്ചൻ എന്ത് ചെയ്യും? ആൻസർ പറയും. അപ്പോൾ അങ്ങനെ ചോദിക്കുക. അതിൽ നമ്മളങ്ങനെ ചോദിച്ച് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം പറയുന്നത് നമ്മൾ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിന് തോന്നിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ പോലും വന്നിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ അപ്പനെ ഞാൻ ട്രസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. എൻ്റെ അപ്പ എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഏറ്റവും ബെസ്റ്റായിരിക്കും. നമ്മൾ ഈ ലോകപരമായിട്ടുള്ള പാറ്റേണിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലോകത്തിന് അത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. സോ എന്നെ കേൾക്കുന്ന ഏത് യൂത്തായാലും മുതിർന്നവരായാലും മറ്റുള്ളവരോടത്ത് ഇത് സംസാരിക്കുക, പറയുക, അല്ലെങ്കിൽ നിങ്ങളത് റിസീവ് ചെയ്യുക. ദൈവഹിതപ്രകാരം മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യാവൂ. അല്ലാതെ സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷൻ പവർ എടുത്തിട്ട് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം സത്യമാണ്, ഇതായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നലത്തെ പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓർമ്മയില്ല. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു, നാളെ എന്തെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല, നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ അറിവുകൾക്ക് പരിധിയുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു കർത്താവ്, എൻ്റെ ഫ്യൂച്ചർ ഉൾപ്പെടെ സകലതും ഞാൻ കടന്നു പോകേണ്ട ഓരോ സാഹചര്യം കാണുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എൻ്റെ കർത്താവ് അങ്ങനെ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയുടെ ഡിസിഷൻ ആയിരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ളത്, 100% ആക്യുറേറ്റ്. അതിപ്പോൾ നമ്മൾ 100% ആക്യുറേറ്റ് അല്ല, ക്രിസ്തു മാത്രമാണ് 100% ആക്യുറേറ്റ്. സോ ദൈവത്തോട് ചോദിക്കുക, ദൈവം പറയുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.
അത് ദൈവം ഹൃദയങ്ങളോട് സംസാരിക്കും. ഞാൻ വേറൊരു മാർഗത്തിലൂടെ പറയുന്നില്ല. വചനം, ഹോളി സ്പിരിറ്റ്, ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളിലോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ദൈവം എന്താണോ അരുളി ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തെ ദൈവം ഏതിലോട്ടാണ് ടേൺ ചെയ്യുന്നത്, അതായിരിക്കും അക്യുറേറ്റ്. അല്ലാതെ ഈ ലോകത്തിലുള്ള പിശാച് നമ്മളെ റോങ് റിലേഷൻസിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും എടുക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ ട്രാപ്പ് ആകരുത്. ദൈവം എന്താണോ പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അതാണ് ആദ്യം വേണ്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഹിതത്തെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. മനുഷ്യരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ദൈവഹിതത്തിന് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കാരണം റോമൻസ് 12:2 തന്നെ പറയുന്നുണ്ട്, എന്താ, ലോകത്തിലൊരു പാറ്റേൺ ഉണ്ട്, അത് പിന്തുടരരുത്. അതായത് നമ്മൾ ലോകത്തിലുള്ള പാറ്റേൺ പിന്തുടർന്നാൽ ലോകത്തിൽ സപ്പോർട്ട് ഉണ്ടാവും, അല്ലയോ? അപ്പോൾ നമ്മൾ ലോകത്തിലുള്ള പാറ്റേൺ പിന്തുടരുന്നില്ല എങ്കിൽ ആരുടെ സപ്പോർട്ട് ഉണ്ടാവും? ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.